ലോക്ക്ഡൌണിലേക്ക് പോവുകയാണോ? ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറച്ചു കാലമായി യുദ്ധഭീതിയിലാണ് ലോകം. ഈ യുദ്ധ സാഹചര്യത്തെ നേരിടാൻ രാജ്യം ചില നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് വിവാഹങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഈ നിയന്ത്രണം? സ്വർണ്ണ ഇറക്കുമതിയിൽ ലോകത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ് നമ്മൾ. സ്വർണം ഇറക്കുമതി ചെയ്യാൻ പകരം നമ്മൾ നൽകേണ്ടത് ഡോളറാണ്. പ്രതിമാസം ശരാശരി 60 ടൺ സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി ഏകദേശം 600 കോടി ഡോളറാണ് രാജ്യം ചിലവിടുന്നത്. സ്വർണം ഇറക്കുമതിക്ക് ഡോളർ ചെലവാക്കിയാൽ രൂപയുടെ മൂല്യം കൂപ്പുകുത്തും. അല്ലെങ്കിൽ തന്നെ തകർന്നടിഞ്ഞു കിടക്കുകയാണ് ഇന്ത്യൻ രൂപ. ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ സ്വർണം വാങ്ങുന്നത് നിർത്തിയാൽ അത് സമ്പദ് വ്യവസ്ഥയിൽ ചലനമുണ്ടാക്കും. വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യണമെന്നും പൊതുഗതാഗതം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പറയുന്നത് ഈ ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും പറയുന്നുണ്ട്. അസംസ്കൃത എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $70 ആയത് ഇപ്പോൾ 100 കടന്നങ്ങ് കുതിക്കുകയാണ്. യുദ്ധം കാരണം ഹോർമസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടു. എണ്ണ ഇറക്കുമതി ചെയ്യാൻ ചിലവ് കുത്തനെ കൂടി. ഓർക്കണം, ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 85% ഇറക്കുമതി ചെയ്യുകയാണ്. എണ്ണയ്ക്കും ഡോളറിലാണ് ഇന്ത്യ പണം നൽകേണ്ടത്. എണ്ണയ്ക്കും സ്വർണത്തിനും കൂടുതൽ ഡോളർ ചെലവാക്കിയാൽ നമ്മുടെ വിദേശ നാണ്യ ശേഖരം വേഗത്തിൽ കുറയും. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ ചുരുക്കാം: സ്വർണം, ഇന്ധനം, ഭക്ഷ്യ എണ്ണ, വളം ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കണം. 2025-ൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി 77,500 കോടി ഡോളർ ആയിരുന്നു. ഇതിൽ 24,070 കോടി ഡോളറും ചെലവിട്ടത് ക്രൂഡ് ഓയിൽ, സ്വർണം, ഭക്ഷ്യ എണ്ണ എന്നിവയ്ക്ക് വേണ്ടിയാണ്. ലോക്ക്ഡൌൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ നിർദ്ദേശങ്ങളാണ്. അത് നിയന്ത്രണങ്ങളിലേക്ക് കടക്കുമോ എന്ന ആശങ്കയുമുണ്ട്.